+1 സീറ്റ് വിഷയത്തിൽ MSF ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് പറഞ്ഞു. അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഇഷ്ടപ്പെട്ട കോഴ്സിനായി കാത്തിരിക്കുന്ന കുട്ടികളെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്നും സർക്കാർ പുറത്താക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ആരംഭിക്കുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ആദ്യം തന്നെ മന്ത്രി പറഞ്ഞ കണക്കിനോട് കൃത്യമായി വിയോജിപ്പ് MSFനുണ്ട്. 10,000-ൽ താഴെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലപ്പുറത്ത് സീറ്റ് കുറവുള്ളത് എന്നാണ് മന്ത്രി ഞങ്ങൾ പങ്കെടുത്ത യോഗത്തിനകത്തും MSF സംസ്ഥാന ട്രഷററാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിനകത്തും പിന്നീട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് ആ കണക്കുകൾ തന്നെ വാസ്തവ വിരുദ്ധമാണ്. ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അൺഎയ്ഡഡിന്റെ കണക്കുകൾ കൂട്ടി ജില്ലാ അതിർത്തികൾ കണക്ക് നോക്കി മറ്റു ജില്ലകളിൽ നിന്ന് പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും അതിർത്തിയിൽ നിന്ന് മലപ്പുറത്ത് അപേക്ഷിച്ചവരുടെ എണ്ണം കുറച്ചു. എന്നാൽ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് അപേക്ഷിച്ചവരുടെ എണ്ണം കുറയ്ക്കാതെ ഒരു പ്രത്യേക രീതിയിൽ കണക്കുണ്ടാക്കിയിട്ട് ഒരു കുറഞ്ഞ നമ്പറിൽ അദ്ദേഹം കൊണ്ടുവച്ചു. അദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾ ചെയ്താലും 10,000-ഓളം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് സീറ്റ് കിട്ടാതെ പുറത്താണ് എന്ന് അദ്ദേഹത്തിന് വാസ്തവം സമ്മതിക്കേണ്ടി വന്നു. അതിൽ അദ്ദേഹം ചെയ്തൊരു കുബുദ്ധി എന്ന് പറയുന്നത്, സ്വാഭാവികമായി +1 സയൻസിന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി സയൻസിന് അപേക്ഷ കൊടുത്താൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസിന് കിട്ടിയാൽ കുട്ടി ചേരില്ല. കുട്ടിക്ക് താല്പര്യം സയൻസാണ്. 90% മുകളിൽ മാർക്കുള്ള കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച സബ്ജക്റ്റ് സയൻസ് കിട്ടുന്നില്ല. തേർഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച സബ്ജക്റ്റ് കിട്ടുന്നില്ല. 3 അലോട്ട്മെന്റിലും അവർക്ക് സയൻസ് ബാച്ച് ആഗ്രഹിച്ച് 9 A+ഉം 8 A+ഉം ഉള്ള കുട്ടികൾ അങ്ങനെ അവസരം കിട്ടാതെ വരുമ്പോൾ അവർ ചേരുന്നില്ല. ആ ചേരാത്ത കുട്ടികൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ പുറത്തുപോയ 7,056 കുട്ടികൾ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ 7,056 കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല ഇന്നത്തെ സപ്ലിമെന്ററി അപേക്ഷകൾക്കകത്ത് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഇന്നലെ രാത്രി വന്ന നോട്ടിഫിക്കേഷൻ ഞങ്ങൾ വായിക്കുമ്പോൾ ഈ 7,056 കുട്ടികളും ഇതിന് അപേക്ഷിക്കാൻ യോഗ്യരല്ല എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ 7,000-ഓളം കുട്ടികളുടെ ഭാവിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടെടുക്കുന്നു, അവർ പഠിക്കേണ്ടതില്ല എന്ന്. ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ്. സർക്കാർ എടുക്കുന്ന ഈ നിലപാട് ഏറെ വിദ്യാർത്ഥികളെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ ഒരു മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ചാനലുകളിലൂടെ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം, 2 ദാരുണമായ സംഭവങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ടായി. അത് പർവ്വതീകരിച്ച് കാണിക്കാനോ അത് പറയാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് വിദ്യാർത്ഥികളിൽ ചർച്ചയാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പരപ്പനങ്ങാടിലും താന്നൂരിലും 2 ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി. അത് ആവർത്തിക്കപ്പെടാതിരിക്കണം. പക്ഷേ 7,056 കുട്ടികൾ, അതും 90%-ലൊക്കെ മുകളിൽ മാർക്കുള്ള കുട്ടികൾ, ഇഷ്ടപ്പെട്ട കോഴ്സ് പോലും തിരഞ്ഞെടുക്കാൻ കഴിയാതെ 3 അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ അവരോട് ഗവൺമെന്റ് പറയാണ്, നിങ്ങൾ ഏകജാലകത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ട്, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് ഞങ്ങൾ പോവുകയാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ ഈ 7,056 കുട്ടികളും ഇതിന് അപേക്ഷിക്കാൻ അയോഗ്യരാണ്. കാരണം എന്താണ്? ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാത്തതിന്റെ പേരിൽ അവർ അഡ്മിഷൻ എടുത്തില്ല. അതിന് പേരിൽ അയോഗ്യത കൽപ്പിക്കുകയാണ്, അവരുടെ അവകാശത്തെ റദ്ദു ചെയ്യുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന യോഗത്തിനകത്ത് ഈ ആശങ്ക ഇവരോട് പങ്കുവെച്ചതാണ്. അത് പരിശോധിക്കാമെന്ന് അവർ പറഞ്ഞതുമാണ്. ആ യോഗത്തിനകത്ത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് യോഗം പിരിച്ചുവിടുകയും സമരം താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് പാലിക്കാതെ പോകുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ വീണ്ടും തെരുവിൽ വലിയ സമരത്തിന് MSFന് നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറുകയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടിലേക്ക് സർക്കാർ വരണം എന്നും MSF ആവശ്യപ്പെടുന്നു. വളരെ പ്രധാനമായി സൂചിപ്പിക്കാനുള്ള കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഡിഗ്രി പ്രവേശനം ആരംഭിക്കുകയാണ്. ഇവിടെ ഹയർ സെക്കൻഡറി പോലെ തന്നെ ഡിഗ്രി പ്രവേശനത്തിലും വ്യാപകമായ പ്രതിസന്ധി മലബാർ മേഖലയിലുണ്ട്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തവണ ഡിഗ്രിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ക്ഷണിച്ചതോ വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 91,000 അപ്ലിക്കേഷനാണ്. പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള നൽകാൻ കഴിയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് കേവലം 32,700 സീറ്റ്, 32,400 സീറ്റുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ 50,000-ഓളം സീറ്റുകളുടെ വലിയ കുറവ് ഈ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാല കീഴിൽ മാത്രമുണ്ട്. ആ വിഷയത്തിലും ഗൗരവമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം വളരെ ഗൗരവത്തിൽ ഞങ്ങൾ പറയുന്നത്, സർക്കാർ ഇത്തവണ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ 12% ഫീസ് ഹൈക്ക് സർക്കാർ വരുത്തിയിട്ടുള്ളത്. 12%. നമുക്കറിയാം 10,000 രൂപയാണ് ശരാശരി ഒരു സെമസ്റ്റർ ഒരു കുട്ടിയുടെ ഫീസ്. എന്ന് വെച്ചാൽ അതിന്റെ 12% എന്ന് പറഞ്ഞാൽ 1,200 രൂപയിലധികം വർധനവാണ്. ഇത് ഈ 4 വർഷം ഡിഗ്രി വെച്ചാൽ 8 വർഷത്തെ കൂട്ടിയാൽ
10,000-ഓളം അധികം രൂപ ഒരു വിദ്യാർത്ഥി തൻ്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഈ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. ഒറ്റയടിക്ക് 12% വർധനം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് എന്ത് താല്പര്യമാണ് മുന്നോട്ട് നയിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ. വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഒരു ടീച്ചറാവാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി TTC കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഞങ്ങളുടെ പ്രത്യേകതകൾ: വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, സോഷ്യൽ ആക്ടിവിറ്റീസ്, ക്യാമ്പുകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, 10 വർഷത്തെ സേവന പാരമ്പര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ABC അക്കാഡമി, ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ്, എടരിക്കോട് റോഡ്, കോളേജ് പടി, കോട്ടയ്ക്കൽ. ബ്രാഞ്ചസ് പുത്തനത്താണി, തിരൂർ, വളാഞ്ചേരി, പെരിന്തൽമണ്ണ.